Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, എന്റെ പേര് നവനീത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET 2024 ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിന്റെ PYQs ആയിരിക്കും. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? The Bose-Einstein distribution is applied on identical distinguishable particles. Second option, identical indistinguishable particles that do not obey exclusion principle. Third option എന്താണ്? Identical indistinguishable particles which obey exclusion principle. Fourth option എന്താണ്? Distinguishable particles which obey exclusion principle. ഈ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ Bose-Einstein distributions ഏതാണ് ഇതിൽ ഒബേ, ലൈക്ക് ഏത് ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കറക്റ്റ് ആവുക? സോ Bose-Einstein ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആയിരിക്കും, അതേപോലെ തന്നെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും, ആൻഡ് ദേ ഡു നോട്ട് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ എന്താണ്? Bose-Einstein statistics can be applied to particles that are identical and indistinguishable which do not obey Pauli exclusion principle. അപ്പൊ ഇതിൽ അണ്ടറിൽ വരുന്ന ഒരു ലൈക്ക് പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ അപ്പൊ എന്താണ്? ഓപ്ഷൻ 2 ആണ്. Okay, so next question നമുക്ക് പോവാം. The dispersion relation for EM wave traveling in a plasma is given by omega square is equal to c square k square minus omega rho square, where c and omega rho are constants. അപ്പൊ നമുക്ക് ഇവിടെ dispersion relation തന്നിട്ടുണ്ട്. That is connecting between omega and k. Okay, ഇവിടെ c യും omega rho എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ എന്താണ്? ഗ്രൂപ്പ് വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് നോക്കുന്നത്. സോ അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് വെലോസിറ്റി വിൽ ബി പ്രൊപ്പോർഷണൽ ടു ബട്ട് നോട്ട് ഈക്വൽ ടു ഫേസ് വെലോസിറ്റി. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഈക്വൽ ടു ഫേസ് വെലോസിറ്റി. തേർഡ് ഓപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫേസ് വെലോസിറ്റി. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? Vg is equal to d omega by dk. That is derivative of omega with respect to k. അതാണ് d omega by dk. പിന്നെ ഫേസ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? Vp is equal to omega by k. അപ്പോ നമുക്കറിയാം ഇതില് ഒമേഗ നമുക്ക് തന്നിട്ടുണ്ട്, ഈ റിലേഷനിൽ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും Vg ടൈംസ് Vp is equal to c സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും Vg is equal to c സ്ക്വയർ ഡിവൈഡഡ് ബൈ Vp എന്ന്. നമുക്ക് പറയാൻ പറ്റും എന്താണ്? Vg is inversely proportional to Vp. സോ നമ്മുടെ ആൻസർ എന്താണ്? Vg will be, that is group velocity will be inversely proportional to the phase velocity. That is option C, അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ correct answer. Okay, so next question. The de Broglie wavelength of an electron having kinetic energy of 100 electron volt is ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താണ്? de Broglie wavelength ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് kinetic energy of electron ആണ്. നമുക്കറിയാം de Broglie wavelength കാണാനുള്ള ഫോർമുല നമുക്കറിയാം. That is lambda is equal to h by p ആണ്. സോ പിന്റെ ഫോർമുല നമുക്കറിയാം √2me ke. ഇതിൽ me എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ke എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. നമുക്ക് ഈ പറഞ്ഞ എല്ലാ വാല്യൂസും നമുക്കറിയാം. h നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, me നമുക്കറിയാം ലൈക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, പിന്നെ ke നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 100 ഇലക്ട്രോൺ വോൾട്ട്. അതിനെ നമ്മൾ ലൈക്ക് കൺവേർട്ട് ചെയ്യാണ് ജൂളിലേക്ക്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ ലാംഡ ഈസ് ഈക്വൽ ടു ഈ ലൈക്ക് വാല്യൂസ് ഒക്കെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 120 പൈക്കോമീറ്റർ നമുക്ക് വാല്യൂ കിട്ടും. സോ 120 പൈക്കോമീറ്റർ ഇതിൽ എത്രാമത്തെ ഓപ്ഷൻ ആണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 120 പൈക്കോമീറ്റർ ആണ് നമ്മുടെ de Broglie wavelength. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What will be the separation between the coherent sources between a biprism whose inclined faces makes an angle of 2 degrees with its base, the slit source being 0.1 meter away from the biprism, given mu is equal to 1.5. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ബൈപ്രിസം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈപ്രിസത്തിന്റെ ഇൻക്ലൈൻഡ് ഫേസും അതേപോലെ തന്നെ ബേസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 ഡിഗ്രി. സ്ലിറ്റ് സോഴ്സ് 0.1 മീറ്റർ അവേ ആണെന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് എന്താ കാണാൻ. പിന്നെ അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് n അല്ലെങ്കിൽ mu is equal to 1.5. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വിളിക്കാം. നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? സെപ്പറേഷൻ ബിറ്റ്വീൻ കോഹറന്റ് സോഴ്സസ്. കോഹറന്റ് സോഴ്സുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ്, ദാറ്റ് ഈസ് സെപ്പറേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനുള്ള ഫോർമുല നമുക്കറിയാം, ദാറ്റ് ഈസ് a is equal to, a എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ, a is equal to 2d theta into n minus 1. ഇതിൽ d എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 0.1 മീറ്റർ അവേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്ലിറ്റ് സോഴ്സ്. അപ്പൊ സോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ് 0.1 മീറ്റർ, അതാണ് d. അപ്പൊ ആ വാല്യൂ d. പിന്നെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 2 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് ഫേസസ് ആൻഡ് ബേസ്, അത് നമുക്ക് 2 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. പിന്നെ n മൈനസ് 1, ഇതിൽ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a ന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 3.5 mm. സോ 3.5 mm എവിടെ? തേർഡ് ഓപ്ഷൻ ആണ്. സോ തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് 3.5 mm ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? When a charged particle moves in a uniform magnetic field, its kinetic energy നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Goes on increasing, goes on decreasing, remains unchanged, may increase or decrease depending upon the sign of the charge. So എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. അപ്പൊ കൈനറ്റിക് എനർജിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആ പാത്ത് സർക്കുലർ ആയിരിക്കും. ഒരു സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഒബ്വിയസ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പീഡ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ മാസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ലൈക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സ്പീഡും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്താണ്? ഒരു ചേഞ്ചും സംഭവിക്കില്ല. സോ കൈനറ്റിക് എനർജി ഓൾസോ റിമെയിൻസ് കോൺസ്റ്റന്റ്. നമുക്ക് ഒന്നുകൂടി കൺസൈസ് ആയിട്ട് പറയാം, ദാറ്റ് ഈസ് when a charged particle moves in a uniform magnetic field, its path is circular. So the path is circular ആണ്, and speed remains constant. Hence its kinetic energy also remains constant. So option 3 ആണ് നമ്മുടെ correct answer, that is remains unchanged. Okay. So അടുത്ത നമ്മുടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. Okay. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? Important characteristic of electromagnetic wave is that it can transport energy from one point to another point. So second statement എന്താണ്? The direction of electromagnetic wave at a given point is the direction of which energy is transmitted. Okay, അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണോ അല്ലേ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ, അതായത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Important characteristics of EM wave is that it can transport energy from one point to another. So obviously നമ്മളൊരു EM wave കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഉള്ള ട്രാൻസ്പോർട്ട് ഓഫ് എനർജിയാണ് ബേസിക്കലി ഈ വേവ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ കറക്റ്റ് പോയിന്റ്, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? The direction of EM wave at a given point is the direction of which the energy is transmitted. അതായത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി, അതായത് EM വേവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അതും നമുക്ക് അറിയാം. അതുകൊണ്ട് എന്താണ്? 2 സ്റ്റേറ്റ്മെന്റ്സും, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് A ആൻഡ് B. അപ്പൊ നമുക്ക് 2A minus 3B ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? ഇത് സിമ്പിൾ ആണ്. അതായത് A നമുക്ക് തന്നിട്ടുണ്ട് 2 3 1 0 minus 1 5, B തന്നിട്ടുണ്ട് 1 2 minus 1 0 minus 1 3. 2A minus 3B ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് 2A ചെയ്യണം, അതായത് ഈ കംപ്ലീറ്റ് എലമെന്റ്സും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 4 6 2 0 minus 2 10 കിട്ടും. അതേപോലെ തന്നെ 3B അറിയാം, ലൈക്ക് ഒബിയസ്ലി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. എന്നിട്ട് ഈ 2 മെട്രിക്സും കൂടി ലൈക്ക് ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കാണാം, സബ്ട്രാക്ട് ചെയ്യാം. സോ 4 minus 3 1, 6 minus 6 0, ഇവിടെ 5 0 1 1, അങ്ങനെ നമുക്ക് 1 0 5 0 1 1 ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അപ്പൊ ഇത് ഏതാ നമ്മുടെ ഓപ്ഷൻ? സോ ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 1 0 5 0 1 1. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The work done in a gravitational field between 2 points does not depend upon the path between these points. The field is, first option, can be conservative or non-conservative. Second option എന്താണ്? Is conservative.
Third option is non-conservative. Fourth option, nature of field cannot be determined. നമ്മുടെ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? Work done in a gravitational field between two points does not depend upon the path between these points. അതായത് രണ്ട് പോയിന്റിന്റെ ഇടയിൽ നടക്കുന്ന ഒരു വർക്ക് അത് അതിന്റെ പാത്തുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ. അപ്പൊ എന്താണ് ഒബ്വിയസ്ലി അത് കൺസർവേറ്റീവ് ആയിരിക്കും. കാരണം കൺസർവേറ്റീവ് അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ആൻഡ് നോട്ട് ദ പാത്ത്. സോ ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫീൽഡുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ചെയ്യുന്ന വർക്ക് അതിന്റെ പാത്തുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും കാണിക്കില്ല. അതിന്റെ രണ്ട് പോയിന്റ്സ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ ഇനീഷ്യലും ഫൈനൽ പോയിന്റും മാത്രമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് അതിനെ കൺസർവേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 ദാറ്റ് ഈസ് കൺസർവേറ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ, ബി കോൺസ്റ്റന്റ്, അടുത്ത ഓപ്ഷൻ മിനിമം അറ്റ് എക്സ്ട്രീമസ് പൊസിഷൻസ്, അടുത്തത് 0, പിന്നെ നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ എന്താണ് കറക്റ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം, രണ്ട് മാക്സിമം പോയിന്റ്സ് ഉണ്ടാവും, നടുക്കിൽ വരുന്നതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, എയും സിയും. ദാറ്റ് ഈസ് മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻസ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജി വെലോസിറ്റി മാക്സിമം ആവുക. വെലോസിറ്റി മാക്സിമം ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി കൈനറ്റിക് എനർജി മാക്സിമം ആണ്. സോ ഇക്വിലിബ്രിയം പൊസിഷൻ ഇങ്ങനെ ഒരു പാത്ത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുക ലൈക്ക് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം അതിന്റെ വെലോസിറ്റി അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് മിനിമം അറ്റ് എക്സ്ട്രീമസ് പൊസിഷൻസ്. ഈ രണ്ട് പൊസിഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. ഇവിടെ വരെ പോയി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അവിടെ എന്താണ് കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. സോ ഓപ്ഷൻ എ ആൻഡ് സി അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ അടുത്തത് മെട്രിക്സ് തന്നെയാണ്. അഗൈൻ എ ബി സി 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറയുന്നതാണ് എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് 3 എഴുതാം. ബി പ്ലസ് സി ആദ്യം നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് 3 - 1 2, 7 + 1 8, 4 + 0 4, 8 + 0 8. അപ്പൊ 2 8 4 8 എന്ന് പറഞ്ഞിട്ട് ഒരു ബി പ്ലസ് സി നമുക്കൊരു മെട്രിക്സ് കിട്ടും. പിന്നെ എ പ്ലസ് ബി പ്ലസ് സി അത് എ ആയിട്ട് ലൈക്ക് ആഡ് ചെയ്യാം. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 3 8 6 7 ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. സോ 3 8 6 7 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 3 8 6 7 ഫോർത്ത് ഓപ്ഷൻ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബോയിൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് TB ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC ഓഫ് എ ഗ്യാസ്? അപ്പോൾ ബോയിൽ ടെമ്പറേച്ചറിന്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെയും റിലേഷൻ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമുക്കറിയാം, ബോയിൽ ടെമ്പറേച്ചർ TBയുടെ ഫോർമുല നമുക്കറിയാം, A/BR ആണ്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ഫോർമുല 8A/27BR ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് TC ഈസ് ഈക്വൽ ടു 8/27 TB എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ എന്താണ് എന്നിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? TB/TC. നമുക്ക് ലൈക്ക് ജസ്റ്റ് ഇത് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ വേണ്ടത്. അപ്പൊ നമ്മൾ TB/TC അതായത് അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് A/BR ഡിവൈഡഡ് ബൈ 8A/27BR. രണ്ടും ഡിവൈഡ് ചെയ്തു. രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 6 കട്ടായി പോകും, ബിയും കട്ടായി പോകും, എയും കട്ടായി പോകും. നമുക്ക് അവസാനം എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്? TB/TC ഈസ് ഈക്വൽ ടു 27/8 ആണ്. സോ ഒബ്വിയസ്ലി TC ഈസ് ഈക്വൽ ടു 8/27 TB. ഇതായിരിക്കും നമ്മുടെ റിലേഷൻ. സോ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്പർ 1 ദാറ്റ് ഈസ് TB ഈസ് ഈക്വൽ ടു 27/8 TC എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, what will be the range of input voltage that is VI in which the Zener diode shown in the figure below contains? അപ്പോൾ ഇതിലൊരു Zener diode കൊടുത്തിട്ടുണ്ട് സർക്യൂട്ടിൽ. ഈ Zener diode അപ്പൊ ഈ ലൈക്ക് ഇവിടെ VI ഉണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ്. എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലാണ് ഈ Zener diode കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് നമ്മളൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇവിടെ എന്താണ് ഓപ്പൺ സർക്യൂട്ട് കൺസിഡർ ചെയ്തത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരു ജനറൽ ഡയോഡിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വി ഐ മിനിമം ദാറ്റ് ഈസ് മിനിമം വോൾട്ടേജ് എത്ര കൊടുക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വി ഐ മിനിമം ഈസ് ഗ്രേറ്റർ ദാൻ എത്രയായിരിക്കും? ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് വി എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? വി ഐ ഇൻറ്റു 1.2 കെ ഡിവൈഡഡ് ബൈ 1.2 കെ പ്ലസ് 0.22 കെ. ഓക്കെ, അപ്പം ഈ ജനറിക് ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഐ മിനിമം നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 23.66 വോൾട്ട് വരണം എന്നാണ് നമുക്കിതിൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, സോ അതവിടെ വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് വി ഐ മാക്സിമം നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് അതിന് വേണ്ടി നമ്മൾ എന്താണ് ഐ ആർ കാണണം. ഓക്കെ, അപ്പൊ എന്താണ് ബേസിക്കലി ജനറൽ ഡയോഡിന്റെ ജനറൽ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് മാക്സിമം ആവുന്ന എപ്പോഴാണ്? മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സമയത്താണ്. അപ്പൊ ഐ ആർ ഈസ് ഈക്വൽ ടു ഐ സെഡ് മാക്സ് പ്ലസ് ഐ എൽ ആണ്. സോ ഐ സെഡ് മാക്സ് 60 MA, ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ ആർ ഈസ് ഈക്വൽ ടു 76.66 മില്ലി ആംപിയർ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഐ മാക്സ് മൈനസ് വി സെഡ് ഡിവൈഡഡ് ബൈ 0.22 കെ ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് കൊടുക്കാം. ഈ ഐ ആറിന്റെ വാല്യൂ നമുക്കറിയാം 76.66 മില്ലി ആംപിയർ ആണ്. അപ്പൊ വി ഐ മാക്സ് ഈസ് ഈക്വൽ ടു 36.87 വോൾട്ട് എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി വി ഐ മിനിമം 23.66 കിട്ടി, വി ഐ മാക്സിമം 36.87 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 23.52 ലൈക്ക് ഓൾമോസ്റ്റ് ഇതിന് ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി. 23.52 ഇവിടെ ഉണ്ട്, പിന്നെ എന്താണ് 36.87 പകരം ഇവിടെ 36.72, ഓൾമോസ്റ്റ് ക്ലോസ് ഇതാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഫേസ് ഈസ് എ 2-dimensional space, 1-dimensional space, 3D space or 6D space. അപ്പൊ ഫേസ് സ്പേസ് എന്താണ്, എത്ര ഡയമെൻഷനുള്ള സ്പേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫേസ് സ്പേസ് എന്താണ്? ബേസിക്കലി അത് മൊമെന്റം കോർഡിനേറ്റും അതേപോലെ തന്നെ പൊസിഷൻ കോർഡിനേറ്റും അടങ്ങിയിട്ടുള്ള ഒരു 6-dimensional സ്പേസ് ആണ്. സോ എന്താണ്? The phase space of a particle is a 6-dimensional space. It has 3 axes for momentum and 3 for position. 3 ആക്സിസ് അത് മൊമെന്റത്തിനും 3 ആക്സിസ് പൊസിഷനും വേണ്ടിയിട്ടുള്ള അതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈച്ച് പോയിന്റ്, ഈ ഒരു ഫേസ് സ്പേസിലുള്ള ഈച്ച് പോയിന്റ് എന്താണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ എൻറ്റയർ ഫേസ് സ്പേസ് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാ പോസിബിൾ സ്റ്റേറ്റും, ഒരു പാർട്ടിക്കിളിന്റെ എല്ലാ പോസിബിൾ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ബേസിക്കലി നമുക്ക് ഈ 3+3 സ്റ്റേറ്റ് കൂട്ടിയിട്ട് 6-dimensional സ്പേസ് ഉള്ള ഒരു കോർഡിനേറ്റ് ആണ് ഈ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫേസ് സ്പേസ് ഈസ് എ 6-dimensional സ്പേസ്. അത് 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ്, നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ സമ്മിങ് സർക്യൂട്ട്, ബി വോൾട്ടേജ് റെഗുലേറ്റർ, സി ഇന്റഗ്രേറ്റർ, ഡി ഡിഫറൻഷിയേറ്റർ, ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു ഓപ്പ് ആമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റേഴ്സ് ആയിട്ട് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ 3 ദാറ്റ് ഈസ് ACD, അതായത് സമ്മിങ് സർക്യൂട്ട്, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്ലിപ്പിംഗ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് എയും സിയും ഡിയും ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ബേസിക്കലി ഓപ്പ് ആംപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഡിവൈസസ് ആണ്. നമ്മുടെ DC ആംപ്ലിഫിക്കേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലീനിയർ ഡിവൈസസ് ആണ് ഈ ഓപ്പ് ആമ്പ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഫിൽട്ടർ ചെയ്യാനും സിഗ്നൽ കണ്ടീഷനിങ്ങിനും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് if the electron spin is 3/2 instead of 1/2? നമുക്കറിയാം ഇലക്ട്രോൺസ് ഫെർമിയോൺസ് ആണ്, അതിന്റെ സ്പിൻ എന്താണ്? ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ്, ദാറ്റ് ഈസ് 1/2 ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1/2 പകരം 3/2 ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തിനൊക്കെയാണ്, ഈ പറഞ്ഞ എന്താണ് സംഭവിക്കുക? ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ബോർ ലെവലാണ് ചേഞ്ച് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എനർജി ലെവൽസ് ഒബ്വിയസ്ലി ചേഞ്ച് ചെയ്യും. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ്? എല്ലാ എനർജിയും, അതായത് ഇപ്പൊ ഈ 3/2 ആയി കഴിഞ്ഞാൽ എല്ലാ എനർജി ലെവൽസും എന്താണ് കൂടുതൽ, അതായത് ദ എനർജി ലെവൽസ് വുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ്
more electrons due to the additional spin states available. ഇതിലിപ്പോ അഡീഷണൽ സ്പിൻ സ്റ്റേറ്റ്സ് വന്നു നമുക്ക് 3/2 ആയപ്പോൾ. അപ്പൊ എന്താണ്, ഓരോ എനർജി ലെവലും കൂടുതൽ ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, ലൈക്ക് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആ ഷെൽ സ്ട്രക്ചറിനെ തന്നെ എന്താണ് അത് എഫക്ട് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന എന്താണ് എനർജി ലെവൽസ്, അപ്പൊ ഈ പറഞ്ഞ ഓൾറെഡി ഉണ്ടായിരുന്ന ബോർ ലെവൽസ് സഫീഷ്യന്റ് അല്ലാതെ വരും. അപ്പൊ പുതിയ എനർജി ലെവൽസിന്റെ ഒരു ആവശ്യകത വരും. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ 1 ദാറ്റ് ഈസ് ദ ബോർ ലെവൽസ് വിൽ ചേഞ്ച്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അടുത്ത് നമുക്ക് മാച്ചിങ്, അതാണ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്, അത് തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഇത് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ഗ്രീൻസ് തിയറം ആണ്. സോ ഗ്രീൻസ് തിയറം എന്താണ്, ബേസിക്കലി വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, സോ കെപ്ലേഴ്സ് ലോ എന്താണ്, മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതാണ് കെപ്ലേഴ്സ് ലോ. പിന്നെ ഓപ്ഷൻ സി എന്താണ്, തിയറം ഓഫ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്, അതെന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതിൽ വരുന്നതാണ്. പിന്നെ ഡി ന്യൂട്ടൺസ് ലോ, ഒബ്വിയസ്ലി നമുക്കറിയാം ഇനേഷ്യ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മാച്ച് ചെയ്യാം. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ടി ആൻഡ് ഡീകേ കോൺസ്റ്റന്റ് ലാംഡ ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്. സോ ടിയും നമുക്കിത് ഒരു ഡെറിവേഷൻ ആണ് ആക്ച്വലി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഡെറിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ലൈക്ക് ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത്. അതായത് ടി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ലൈഫ് ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്, ഡീകേ കോൺസ്റ്റന്റ് ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നതാണ് ടിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ടി ഈസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇഫ് ദി എർത്ത് സഡൻലി കോൺട്രാക്ട്സ് ടു ഹാഫ് ഇറ്റ്സ് റേഡിയസ്, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് എ ഡേ? ഇപ്പൊ എന്താണ്, എർത്ത് ഇപ്പൊ കറണ്ട് ഒരു റേഡിയസ് ഉണ്ട്, അതിന്റെ ഹാഫ് ആയിട്ട് പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേയുടെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 24 hours ആണ് ഇപ്പൊ കറണ്ടിലുള്ളത്. അപ്പൊ അത് എത്രയായിട്ട് കുറയും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ എന്താണ്, നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് R2 ഈസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ N. ഓക്കെ, അപ്പൊ എന്താണ്, അതേപോലെ തന്നെ അതുകൊണ്ട് എന്താണ് T2 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ N സ്ക്വയർ. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, T2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ ഡേ. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് എന്താണ്, 2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹാഫ് ഇറ്റ്സ് റേഡിയസ് ആണ് പറയുന്നത്. അപ്പൊ ഈ N എന്ന് പറയുന്നത് എത്ര, ലൈക്ക് നമ്മളിപ്പോ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2, ദാറ്റ് ഈസ് അപ്പൊ N നമ്മൾ 2 ആണ് കൊടുക്കേണ്ടത്. 1/3 ആണെന്നുണ്ടെങ്കിൽ N ഈസ് ഈക്വൽ ടു 3 ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ N നമ്മൾ 2 കൊടുക്കും. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ N സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. T2 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ N സ്ക്വയർ. അപ്പോ T1 ഓൾറെഡി നമുക്കറിയാം 24, അത് ഡിവൈഡഡ് ബൈ N സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഡേ ഈസ് 6 hours നമുക്ക് കിട്ടും. അപ്പോൾ എർത്തിന്റെ റേഡിയസ് ഹാഫ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഡേ 6 hours ആവും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ 2 ദാറ്റ് ഈസ് 6 hours ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താണ്, ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ബൈ 344 volts and reflected from the crystal. The first reflection maximum occurs when glancing angle is 30 degree. What will be the value of interplanar spacing of a crystal? നമുക്കിവിടെ കാണേണ്ട എന്താണ്, ഇന്റർപ്ലാനാർ സ്പേസിംഗ്. ക്രിസ്റ്റലിന്റെ ഇന്റർപ്ലാനാർ ഒരു പ്ലെയിൻസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഇന്റർപ്ലാനാർ സ്പേസിംഗ്. ഡി ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ H ഓൾറെഡി നമുക്കറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം. പിന്നെ ഗ്ലാൻസിങ് ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. 344 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്ത വോൾട്ടേജ്. പിന്നെ ഫസ്റ്റ് റിഫ്ലക്ഷൻ മാക്സിമം ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് N നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ എന്താണ്, ഡിബ്രോയി വേവ് ലെങ്ത് നമുക്ക് ഓൾറെഡി കാണാൻ അറിയാം, h/√2me ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു h/√2me. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും 0.66 × 10⁻⁻10 meters നമുക്ക് കിട്ടും. ഫൈൻ. ഇനി ബ്രാഗ്സ് ലോ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും 2d sin θ ഈസ് ഈക്വൽ ടു n ലാംഡ നമുക്കറിയാം ആണല്ലോ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് ഡി കാണാൻ പറ്റും. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്ലാനാർ സ്പേസിംഗ്. സോ ഡി ഈസ് ഈക്വൽ ടു n ലാംഡ ഡിവൈഡഡ് ബൈ 2 sin θ. θ എന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിൾ ആണ്, 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. സോ n ലാംഡ
n നമുക്ക് അറിയാം 1 ആണ്, ബിക്കോസ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ദ ഫസ്റ്റ് റിഫ്ലക്ഷൻ മാക്സിമം ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ n is equal to 1 ആണ്. അപ്പൊ ലാംഡ ഡിവൈഡ് ബൈ 2 സൈൻ തീറ്റ d is equal to 0.66 into 10 raised to minus 10 എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 0.66 into 10 raised to minus 10 മീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഒന്ന് അസേർഷനും അതിന്റെ റീസൺ. അപ്പൊ ഇതിന്റെ ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ ഈ ആർ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് അസേർഷൻ എന്താ നമുക്ക് നോക്കാം. A given vector f is irrotational, that is del cross f is equal to 0. Curl of f is equal to 0. Okay. അപ്പൊ അതിന്റെ റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്? The vector f is conservative. അത് കറക്റ്റ് ആണോ? യെസ്, ഇറ്റ്സ് കറക്റ്റ്. അതെന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം ഇറോട്ടേഷണൽ ഫീൽഡ് ഒരു വെക്ടർ ഇറോട്ടേഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കേൾ എപ്പോഴും 0 ആണെന്ന് നമുക്കറിയാം ഒബ്വിയസ്ലി. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരു വെക്ടർ എഫ് ഏതെങ്കിലും ഒരു വെക്ടർ കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ കേൾ 0 ആവണം എന്നുള്ളത്. സോ ഒരു വെക്ടർ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡെൽ ക്രോസ് എഫ് 0 ആയത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ ഇറോട്ടേഷണൽ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇത് കാരണം കൊണ്ടാണ് ഇറോട്ടേഷണൽ ആയത്, കൺസർവേറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ഇറോട്ടേഷണൽ ആയത്. സോ ഈ പറഞ്ഞ അസേർഷന്റെ പ്രോപ്പർ റീസൺ ആണ് ഈ ആർ ദ വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ 1, ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ഒബ്വിയസ്ലി, ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. If R is the position vector of any point on a surface S that encloses the volume V, then എന്താണ് ഡബിൾ ഇന്റഗ്രൽ ആർ ഡോട്ട് ഡി എസ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പൊ എന്താണ് ഡൈവേർജൻസ് ഓഫ് ആർ ആണ് നമുക്ക് കണ്ടത്. ഡൈവേർജൻസ് ഓഫ് ആർ എന്താണ്? 3 ആണ് അല്ലെ? ഡൈവേർജൻസ് ഓഫ് ആർ 3 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ 3 ഗോസ് ഡൈവേർജൻസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. സോറി, വോളിയം എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. ഓക്കെ, ഇതില് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഡൈവേർജൻസ് ഓഫ് ആർ നമുക്ക് അറിയുന്നതാണ്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ നമ്മൾ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ 3 ആണ് ആൻസർ കിട്ടുക. നമ്മൾ ഗോസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഇതിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3v കിട്ടും. അതായത് 3 in units of v, like ഏത് യൂണിറ്റും ആണ് വോളിയം. ഓക്കെ, വോളിയത്തിന്റെ യൂണിറ്റിൽ. സോ അതാണ് നമ്മുടെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ അതിന്റെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ആക്കാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് it was found that the charge determined in each case, which reveals that the charge is quantized when the experiment was repeated for a number of times, was an integral multiple of elementary charge. So നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ when the experiment was repeated for a number of times, it was found that the charge determined in each case was an integral multiple of elementary charge, which reveals that the charge is quantized. So ഇവിടെ quantization of charge നെ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്. സോ എന്താണ് അത് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് എക്സ്പെരിമെന്റിനെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് ചാർജ് ഡിറ്റർമിൻ ചെയ്ത സമയത്ത് ചാർജ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എലമെന്ററി ചാർജ് ആണെന്ന് നമുക്ക് കിട്ടി. സോ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളത്. സോ അത് അത്രേ ഉള്ളൂ. സോ CADB, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The Lysage's figure may be straight line if the phase difference is 0 or pi, pi by 4, pi by 2, pi by 3. So Lysage's figure എപ്പോഴും സ്ട്രേറ്റ് ലൈൻ എപ്പോഴാണ് ആവുക? ഒബ്വിയസ്ലി ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുന്ന സമയത്താണ് അതൊരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് Lysage's ഫിഗറിൽ കിട്ടാം. നമ്മുടെ ആൻസർ എന്താണ്? 0 or pi. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് an infinite long wire is stretched horizontally 4 meters above the surface of Earth. It has a charge of 1 microcoulomb per centimeter of its length.
the value of electric field at a point on earth vertically below the wire is. അപ്പൊ എന്താണ്, നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ലോങ് വയർ തന്നിട്ടുണ്ട്, അത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു 4 മീറ്റർ മുകളിലോട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിലെന്താണ് ഒരു 1 മൈക്രോകുളം പെർ സെന്റിമീറ്റർ ചാർജ് ഉണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താണ്, E is equal to 2k lambda by r. K എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം വയർ. നമുക്ക് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണോ വേണ്ടത് വയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ നമുക്ക് ഇതിൽ ലാംഡ നമുക്കറിയാം, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, നമുക്ക് 1 മൈക്രോകുളം പെർ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 10⁻⁻⁴ കുളം പെർ മീറ്റർ കിട്ടും. പിന്നെ R 4 മീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. K എന്താണ് 9 × 10⁻⁹ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം 1/4πε0. K അത് എന്താണ്, E is equal to നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ E is equal to 2 × 9 × 10⁻⁹ × 10⁻⁴ divided by 4, that is 4.5 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ഇതാണ് നമ്മുടെ ആൻസർ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോറി, ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. 4.5 × 10⁵ ന്യൂട്ടൺ പെർ കുളം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, 5 Carnot engines operated between reservoir temperatures of 100 Kelvin and 500 Kelvin, 200K, 500K, അങ്ങനെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതെന്താണ്, ഈ എൻജിൻസിന്റെ ഒക്കെ ഡിക്രീസിങ് എഫിഷ്യൻസീസിൽ അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എഫിഷ്യൻസി കാണാനുള്ള ഓപ്ഷൻ ലൈക്ക് ഫോർമുല എന്താണ്, എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 ആണ് നമ്മുടെ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോ T2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 100 T1 എന്ന് പറയുന്നത് 500, അതേപോലെ എല്ലാത്തിനെയും കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും നമുക്ക് എഫിഷ്യൻസി കിട്ടും. സോ ഫസ്റ്റ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണ്, 0.8, സെക്കൻഡിന്റെ 0.6, 0.2, 0.75, 0.5. സോ ഇതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A, D, B, E, C ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓർഡർ. അതേതാണ്, ഓപ്ഷൻ നമ്പർ 2, ADBEC ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഇഫ് എ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റഡ്, then which of the following Maxwell's equation will be modified? നമുക്കറിയാം മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, എപ്പോഴും ഡൈപോൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ അങ്ങനെ എക്സിസ്റ്റ് ലൈക്ക് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ആണ് ചേഞ്ച് വരുത്തേണ്ടിയിരുന്നതെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അതേതാണ്, ഡൈവേർജൻസ് ഓഫ് B is equal to 0. നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് E എന്താണ്, del dot E is equal to ρ/ε0 ആണ് അല്ലെ. അപ്പോ ഇവിടെ മാഗ്നറ്റിക് മോണോപോൾ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ഡെൽ ഡോട്ട് ഇന്റെ അതേ ഈക്വൽ ഫൂട്ടിങ്ങിൽ നമുക്ക് ഫോർമുല ലൈക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഡെൽ ഡോട്ട് B is equal to 0 പകരം ഡെൽ ഡോട്ട് B is equal to ρm/μ0 എന്ന് എഴുതേണ്ടി വരും. μ0 നമുക്കറിയാം പെർമിയബിലിറ്റി ആണ്, പിന്നെന്താണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, പിന്നെ ρm എന്ന് പറയുന്നത് മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി ആണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡൈവേർജൻസ് ഓഫ് ബിന്റെ ഫോർമുല വരും ഇഫ് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റഡ്. അപ്പൊ എന്താണ്, നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 ആയിരിക്കും, ഇതിനാണ് ചേഞ്ച് വരിക. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തെന്താണ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ഇവിടെ NAND ഗേറ്റ്, NOR ഗേറ്റ്, XNOR ഗേറ്റ്, XOR ഗേറ്റ്, ഇത്രയും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താണ്, നമ്മൾ ഓരോന്നും നോക്കി നോക്കാം. അതായത് എനും ബിനും റാൻഡം ആയിട്ടുള്ള 1, 0 ബൈനറി ഡിജിറ്റ്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് എന്താ റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് NAND ഗേറ്റ് ആണോ NOR ഗേറ്റ് ആണോ ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും NAND ഗേറ്റ് ഇതിൽ ഏതാണ്, തേർഡ് ഓപ്ഷൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ആൻഡില് ഇവിടെ കോംപ്ലിമെന്റ് ഇട്ടു NAND ഗേറ്റ്. പിന്നെ ബി ദാറ്റ് ഈസ് NOR ഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫോർത്ത് വൺ ആണ്. അതും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. OR ഗേറ്റിൽ കോംപ്ലിമെന്റ് ഇട്ടു NOR ഗേറ്റ്. പിന്നെ ബാക്കിയുള്ള ഇത് രണ്ടെണ്ണമാണ്. അപ്പൊ അതില് എന്താണ്, സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് XNOR ഗേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്, XOR ഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, സെക്കൻഡ് വൺ ആണ്, കോംപ്ലിമെന്റ് ഇല്ലാത്തത്.
ഇത് കോംപ്ലിമെന്റ് ഉള്ളത്. സോ ദാറ്റ് ഈസ് പ്രെറ്റി സിമ്പിൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, what will be the drift velocity Vd of a free electron in a copper wire whose cross-sectional area A is equal to 1 mm square? When the wire carries a current of 1 ampere, assume that each copper atom contains 1 electron to the electron gas. ഇവിടെ എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ് നമുക്ക് കണ്ടത്. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 1 ആണ്, അതേപോലെ തന്നെ കറണ്ട് 1 ആംപിയർ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്, വി ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ എ ഇ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ, പിന്നെ ഇ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁻19 ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ 1 ബൈ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.4 ടൈംസ് 10⁻⁻5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് ഞാനിവിടെ ഓൾറെഡി സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 7.4 ഇൻറ്റു 10⁻⁻5, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, Z1ഉം Z2ഉം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ആർഗ്യുമെന്റ് ഓഫ് Z1 ബൈ Z2 ഈസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, നോൺ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് Z1 ബൈ Z2 ഈസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, Z1 പ്ലസ് Z2 ദ ഹോൾ സ്ക്വയർ, മോഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ Z1 Z2 കോംപ്ലിമെന്റ്. ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്, ബിക്കോസ് Z1 പ്ലസ് Z2 അതിന്റെ മോഡ് സ്ക്വയർ എന്താണ്, Z1 മോഡ് Z1 സ്ക്വയർ പ്ലസ് മോഡ് Z2 സ്ക്വയർ ആണ്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഫോർമുല. അതുകൊണ്ട് എന്താണ്, ഓപ്ഷൻ നമ്പർ 2, സോറി സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഈസ് റോങ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ നമ്പർ 3, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദി ജനറൽ ഫോം ഓഫ് എ സെൻട്രൽ ഫോഴ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ F ഈസ് ഈക്വൽ ടു C ബൈ R raised to N R cap, where C is the constant, known as inverse power law. അറിയാം നമുക്ക് സെൻട്രൽ ഫോഴ്സ് ഇൻവേഴ്സ് പവർ ലോ ഒബേ ചെയ്യും. F ഈസ് ഈക്വൽ ടു C ബൈ R raised to N എന്നുള്ള ഫോർമുലയിലാണ് വരിക. അപ്പൊ ഇതിൽ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. സോ ഫസ്റ്റ് എന്താണ്, ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ അബവ് ഇക്വേഷൻ വിൽ ബി അട്രാക്റ്റീവ് ഇഫ് C ഈസ് ലെസ് ദാൻ 0. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ അബവ് ഇക്വേഷൻ വിൽ ബി റിപ്പൾസീവ് ഇഫ് C ലെസ് ദാൻ 0. ഫോഴ്സ് represented by the above equation will be repulsive if C greater than 0. It will be attractive if C greater than 0. അപ്പൊ എന്താണ്, ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് C നെഗറ്റീവ് ആവുന്ന സമയത്ത് അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതേപോലെ തന്നെ ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് എന്താണ്, പോസിറ്റീവ് ആവുന്ന സമയത്ത് അത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ നമ്പർ 3, ദാറ്റ് ഈസ് എയും സിയും ആണ് ഇവിടെ കറക്റ്റ്. എ എന്താ പറയുന്നത്, ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ അബവ് ഇക്വേഷൻ വിൽ ബി അട്രാക്റ്റീവ് ഇഫ് C ലെസ് ദാൻ 0. C നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആവും. അതേപോലെ തന്നെ എന്താണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3യിൽ എന്താണ്, ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ അബവ് ഇക്വേഷൻ വിൽ ബി റിപ്പൾസീവ് ഇഫ് C ഗ്രേറ്റർ ദാൻ 0. C പോസിറ്റീവ് ആയി കഴിഞ്ഞാലും C പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ റിപ്പൾസീവ് ആയി മാറും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആണ്, ബിയും ഡിയും തെറ്റാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ബിയും ഡിയും, അത് തെറ്റാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഓഫ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് എ സിംഗിൾ സ്ലിറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഓഫ് എ ഡിഫ്രാക്ഷൻ, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ സെൻട്രൽ മാക്സിമത്തിന്റെ ആംഗുലർ വിഡ്ത്ത് ഇത് ഏതിലാണ് ഡിപെൻഡ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So wavelength of light, frequency of light, distance between slit and source, width of the slit. അപ്പൊ അതിന് നമുക്ക് ആംഗുലർ വിഡ്ത്തിന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ആംഗുലർ വിഡ്ത്തിന്റെ ഫോർമുല എന്താണ്, തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ലാംഡ ഡിവൈഡഡ് ബൈ എ ആണ്. സോ ഇവിടെ ഇത് ഇ അല്ല, എ ആണ്. ഓക്കെ, സോ എ എന്ന് പറയുന്നത് എന്താണ്, സ്ലിറ്റ് വിഡ്ത്ത് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ വിഡ്ത്ത്. സോ ഇവിടെ എന്താണ്, നമുക്ക് ഓപ്ഷൻ നമ്പർ 3 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സോഴ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഇതിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഒബ്വിയസ്ലി ഡിപ്പെൻഡ് ചെയ്യും, കാരണം ഇത് വേവ് ലെങ്ത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഇവിടെ ലാംഡയുടെ ടേം ഉണ്ട് ഇവിടെ. അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഡിപ്പെൻഡ് ചെയ്യും. വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ദാറ്റ് ഈസ് എ, അതും ഇവിടെ ഉണ്ട്. സോ അതും ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സോഴ്സ്. സോ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? The self-inductance of a solenoid is, first option, directly proportional to the current in a solenoid. Second option എന്താണ്? Inversely proportional to the length of the solenoid. Third option, directly proportional to the cross-sectional area of a solenoid. Fourth option, inversely proportional to the cross-sectional area of a solenoid. So എന്താണ്? സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് ഇതിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് ഇൻഡക്ടൻസിന്റെ ഫോർമുല നമുക്ക് നോക്കാം. എന്താണ്? L is equal to mu 0 n square pi r square divided by L ആണ് നമ്മുടെ ഇൻഡക്ടൻസിന്റെ ഫോർമുല. അതിലിവിടെ എന്താണ്? L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോയിൽ ആണ്. mu 0 നമുക്കറിയാം പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പിന്നെ ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒബ്വിയസ്ലി ഡിപ്പെൻഡ് ചെയ്യും. പൈ ആർ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഓക്കെ, അതേപോലെ ലെങ്ത്തിൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ 2, 3 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്, ദാറ്റ് ഈസ് കറക്റ്റ്. L താഴെയാണ്. പിന്നെ ലൈക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോയിൽ, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ നമ്പർ 2, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തത് Lessage's figure of a two rectangular SHMs of equal frequencies and phase difference of pi/2 is. സ്ട്രേറ്റ് ലൈൻ നമുക്കറിയാം 0 പൈ ആണ്, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ pi/2 ഫേസ് ഡിഫറൻസും ഈക്വൽ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ലെസേജസ് ഫിഗർ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ഇതിന്റെ കമ്പൈൻഡ് ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ 2 സ്ക്വയർ ഈസ് ഇക്വൽ ടു 1 എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ പോകുന്ന ഫേസ് ഡിഫറൻസ് pi/2 ആണെന്ന് പറഞ്ഞു. സോ എന്താണ്? രണ്ട് റെക്ടാങ്കുലർ SHMs pi/2 ഫേസ് ഡിഫറൻസിൽ പോവാന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോവാന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് ഇക്വേഷൻ വരിക? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ a1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ a2 സ്ക്വയർ ഈസ് ഇക്വൽ ടു 1 എന്ന് വരും. ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണല്ലേ. യെസ്, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. എലിപ്സിൽ ഒന്ന് സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് എലിപ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് എലിപ്സ് ആണ്. ലെസേജസ് ഫിഗർ എലിപ്സ് ആണ് വരിക. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്തത്, ദ ഫിഗർ ഷോസ് ഫ്രൺഹോഫേഴ്സ് ഡിഫ്രാക്ഷൻ ഡ്യൂ ടു എ സിംഗിൾ സ്ലിറ്റ്. ഫ്രൺഹോഫർ ഡിഫ്രാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ സ്ലിറ്റ് കാരണം. If the first maxima is obtained in the direction shown, then the path difference between ray 1 and ray 3 is. ഇവിടെ 3 റേസ് ഉണ്ട്, 1, 2, 3 കൊടുത്തിട്ടുണ്ട്. ഈ 1ഉം 3ഉം തമ്മിലുള്ള റേയിന്റെ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പൊ എന്താണ് ഇതിന് നമുക്ക് ഫോർമുല അറിയാം. d sin theta is equal to n lambda ആണ് ലൈക് ഫ്രൺഹോഫർ ഡിഫ്രാക്ഷന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇവിടെ n നമുക്ക് ഓൾറെഡി അറിയാം, പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മിനിമയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ n is equal to 1 ആയിരിക്കും. അപ്പോൾ d sin theta is equal to 1 lambda, that is lambda ആയിരിക്കും. ഇതാണ് നമ്മുടെ path difference, that is d sin theta is equal to lambda. അപ്പോൾ lambda ആണ് നമ്മുടെ ആൻസർ, that is option number 3. d sin theta is equal to lambda. d sin theta ആണ് ഇവിടെ path difference, ഇത് lambda ആണ് നമുക്ക് കിട്ടിയത്. So lambda is the answer, that is option number 3 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. ഓക്കെ ഓക്കെ സോ നമുക്കപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A white dwarf star has volume V and contains n electrons so that the density of the electron is n is equal to n by V. Okay. Taking the temperature of the star to be 0 Kelvin, what will be the expression for average energy per electron in the star? അപ്പൊ ഇവിടെ ഒരു വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ, അതിന്റെ വോളിയം V ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലൈക് n ഡിവൈഡഡ് ബൈ V ആണ് ഒബ്വിയസ്ലി. ടെമ്പറേച്ചർ 0 ഡിഗ്രി കെൽവിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് എനർജിയാണ് കാണാൻ പറയുന്നത്, പെർ ഇലക്ട്രോണിന്റെ ആവറേജ് എനർജി. സോ ഇതിന് നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഫോർമുല ഡയറക്റ്റ് നോക്കി വെച്ചാൽ മതി. ദാറ്റ് ഈസ് ആവറേജ് എനർജി ഓഫ് ദ സ്റ്റാർ. അപ്പോൾ നമ്മൾ 0 ഡിഗ്രി കെൽവിനിൽ
ആവറേജ് എനർജി പെർ ഇലക്ട്രോൺ ഓഫ് ദ സ്റ്റാർ എന്താണ് വൈറ്റ് ഡ്വാർഫിന്റെ 3h cut square divided by 10m multiplied by 3 pi square n the whole raised to 2/3. ഈ ഒരു ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. സോ ഇത് എത്രാമത്തെ ആൻസർ ആണ്? ഓപ്ഷൻ നമ്പർ 2 കണ്ടില്ലേ? ഓപ്ഷൻ നമ്പർ 2 that is 3h cut square by 10m into 3 pi square n the raised to 2/3. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് ആവറേജ് എനർജി ഓഫ് ഇലക്ട്രോൺ, ആവറേജ് എനർജി പെർ ഇലക്ട്രോൺ ഇൻ ദ സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. If two simple harmonic motions having angular frequency 440 radians per second and 396 radians per second are superimposed, what will be the number of beats produced? അപ്പൊ നമുക്ക് രണ്ട് ഹാർമോണിക്സ് SHMs തന്നിട്ടുണ്ട്, അതിന്റെ ആംഗുലർ ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ട് 414 396 ആണ്. അത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ബീറ്റ്സ് ആണ് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 5, 6, 7, 8. നമുക്ക് എങ്ങനെ കിട്ടാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഒമേഗ, അതായത് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഫോർമുല അറിയാം. ഒമേഗ ഈസ് ഇക്വൽ ടു 2πf ആണ്. ഈ എഫ് എന്ന് പറയുന്നത് നോർമൽ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ ഈസ് ഇക്വൽ ടു 2πf ആണ് നമുക്കിത് കാണേണ്ട ഫോർമുല. അപ്പോൾ നമുക്ക് ഒമേഗ തന്നിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? ആംഗുലർ ഫ്രീക്വൻസി 440 റേഡിയൻസ് പെർ സെക്കൻഡ് 396 തന്നിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് എന്താ കാണേണ്ടത്? ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. സോ ഫ്രീക്വൻസി കാണണം എന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഇക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഒമേഗ 1 ഡിവൈഡഡ് ബൈ 2π, 400 by 2π 70, ഓൾമോസ്റ്റ് 70 വരും. പിന്നെ F2 396 ഡിവൈഡഡ് ബൈ 2π 63 വരും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബീറ്റ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ഈ രണ്ട് ഫ്രീക്വൻസി മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. F1 മൈനസ് F2, അപ്പൊ നമുക്ക് 7 കിട്ടും. സോ 7 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Choose the correct sequence of the 4 statements given below so that the phrases make a complete sentence. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലത്തെയാണ്. മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? അതായത് ഓപ്ഷൻ നമ്പർ 3 CBDA ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. അവിടെ നമുക്കത് നോക്കി നോക്കാം അല്ലെ. അതായത് ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാ വരിക? Given a point in rectangular coordinates, we can associate a unique set of coordinates called the curvilinear coordinates of P. Then the set of equations connecting both are known as transformation of coordinates. ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് P റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ തരാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു യൂണിക് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിന് നമുക്ക് കർവിലീനിയർ കോർഡിനേറ്റ്സ് ആയിട്ട് പറയാം Pന്റെ. അപ്പൊ ആ സെറ്റ് ഓഫ് ഇക്വേഷൻസ് കണക്ടിങ് ബോത്ത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്താണ് ആ രണ്ട് ലൈക്ക് കോർഡിനേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോർഡിനേറ്റ്സ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ വി ക്യാൻ യൂസ് 2 PN ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് ടു ഫോം എ ട്രാൻസിസ്റ്റർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. Second statement, in a transistor, the emitter base junction is forward biased while the base collector junction is reverse biased. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ, ഇതിലിപ്പോ എങ്ങനെയാണ്? സോ എന്താണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? We can join 2 PN junctions back to back to form a transistor. സോ അത് പറ്റുമോ? കാരണം 2 PN junctions നമുക്ക് ബാക്ക് ടു ബാക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഫോം ആവോ? ഇല്ല, കാരണം അവിടെ ഡോപ്പിംഗ് ലെവലിൽ വേരിയേഷൻസ് വരും. നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ കളക്ടറിൽ കൂടുതൽ ഡോപ്പിംഗ് അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ഡോപ്പിംഗ് ലെവൽസിൽ വേരിയേഷൻസ് ഉണ്ട് ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആദ്യം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇൻ എ ട്രാൻസിസ്റ്റർ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബയസ്ഡ് വൈൽ ദി ബേസ് കളക്ടർ ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയസ്ഡ്. ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ദാറ്റ് ഈസ് EB ജംഗ്ഷൻ എപ്പോഴും എന്താണ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഇത് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ്ങും ആണ്. അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഞാനതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. 2 PN junctions placed back to back cannot work as a transistor. എന്ന് പറഞ്ഞു, because transistor in a transistor the width and concentration of doping of P-type semiconductor is less as compared to width doping of N-type semiconductor.
അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പിംഗ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ് ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ലെസ് ആയിരിക്കും എൻ ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് രണ്ട് ബി എൻ ജംഗ്ഷൻസ് ബാക്ക് ടു ബാക്ക് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആയി മാറില്ല. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ ചാർജ് ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടൻസ് എൽ ആൻഡ് കപ്പാസിറ്റൻസ് സി ഓൺലി ഈസ് എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എങ്ങനെ വരിക? നമുക്കറിയാം ഒമേഗ ഈസ് ഇക്വൽ ടു 1/√LC ആണ് നമുക്കറിയാം. ഒമേഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2πf ആണ്. 2πf ഈസ് ഇക്വൽ ടു 1/√LC. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി. സോ ഒമേഗ 2πf ഈസ് ഇക്വൽ ടു 1/√LC ആണ്. അപ്പൊ f ഈസ് ഇക്വൽ ടു 1/2π√LC. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? 2π√LC. എങ്ങനെ വരിക? t ഈസ് ഇക്വൽ ടു 1/f ആണല്ലോ. സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഫ്രീക്വൻസി. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 2π√LC. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആംപ് ഹാവിംഗ് R1 is equal to 100 kilo ohm, RF is equal to 500 kilo ohm when the input signal is 2 volt. സോ നമുക്ക് ഇൻപുട്ട് സിഗ്നലിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 2 വോൾട്ട് ആണ്. R1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 100 കിലോ ഓം. പിന്നെ RFന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 500 കിലോ ഓം. നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആംപ് ആണ്. നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആംപിന്റെ ഫോർമുല എന്താണ്? ഗെയിനിന്റെ അല്ലെങ്കിൽ വി ഔട്ടിന്റെ വി ഔട്ട് ഈസ് ഈക്വൽ ടു R1 പ്ലസ് RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു വി ഇൻ. നമുക്ക് ഈ ഫോർമുല നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു ഫോർമുലയാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി R1ന്റെ വാല്യൂ, RFന്റെ വാല്യൂ ആൻഡ് വി ഇന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഔട്ട് കിട്ടും. വി ഔട്ട് ഈസ് ഈക്വൽ ടു 12 വോൾട്ട്. സോ 12 വോൾട്ട് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്പർ 3. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് if I0 is the intensity of the principal maxima in a single slit diffraction pattern, then what will be the intensity when the slit width is doubled? എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോ I0 എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് പ്രിൻസിപ്പൽ മാക്സിമയാണ്. ഒരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ കേസിൽ പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇന്റൻസിറ്റി ആണ് I0 എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ലിറ്റ് വിത്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇന്റൻസിറ്റി? അപ്പൊ I0 എന്താണ്? ഇനീഷ്യൽ ആണ്. സ്ലിറ്റ് വിത്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും ഇന്റൻസിറ്റി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്കറിയാം I പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ സ്ലിറ്റ് വിത്ത് ആണ്. സ്ക്വയർ ഓഫ് സ്ലിറ്റ് വിത്ത്. W എന്ന് പറയുന്നത് സ്ലിറ്റ് വിത്ത് ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് എന്താണ്? പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അങ്ങനെ നമുക്ക് പ്രൊപ്പോർഷണൽ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ റേഷ്യോ കാണാം. സോ I/I0. I എന്ന് പറയുന്നത് പുതിയത്, സ്ലിറ്റ് വിത്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇന്റൻസിറ്റി. I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ. അപ്പൊ I/I0 ഈസ് ഈക്വൽ ടു W/W ദ ഹോൾ സ്ക്വയർ. ഈ W എന്ന് പറയുന്നത് മേലെ ഉള്ളത് 2W ആണ്, കാരണം ഡബിൾ ചെയ്തു അല്ലെ. സോ 2W ഡിവൈഡഡ് ബൈ W ദ ഹോൾ സ്ക്വയർ. അതപ്പോ അത് രണ്ടും കട്ടായി പോയപ്പോ എന്താണ് നമുക്ക് കിട്ടുക? 2 സ്ക്വയർ 4 ആയിരിക്കും. സോ I ഈസ് ഈക്വൽ ടു 4I0. അപ്പോ ന്യൂ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 4 ടൈംസ് ഇനീഷ്യൽ ഇന്റൻസിറ്റി ആയിരിക്കും സ്ലിറ്റ് വിത്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ I ഈസ് ഈക്വൽ ടു 4I0. ദാറ്റ് ഈസ് 4th ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡൈവേർജൻസ് ഓഫ് R ഇഫ് R ഇസ് എ പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ്. Xi പ്ലസ് Yj പ്ലസ് Zk ആണ്. അപ്പൊ എന്താണ് ഡൈവേർജൻസ് ഓഫ് R എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ഡൈവേർജൻസ്. നമുക്ക് ലൈക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന്റെ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 3 ആണ് നമുക്ക് കിട്ടുക അല്ലെ. സോ നമുക്ക് നോക്കാം. ഡെൽ ഡോട്ട് Xi പ്ലസ് Yj പ്ലസ് Zk ഡോ ബൈ ഡോ X ഇൻറ്റു X എത്രയാണ്? 1. ഇത് 1, പിന്നെയും 1 വരും. സോ 1 + 1 + 1 3. സോ 3 ആണ് നമ്മുടെ ഡൈവേർജൻസ് ഓഫ് പൊസിഷൻ വെക്ടർ വരിക. ഓപ്ഷൻ നമ്പർ 3 ആണ് ആൻസർ. The RMS speed of hydrogen atom at room temperature, that is 300 Kelvin, is 2000 meter per second. What is the RMS speed of hydrogen atom on the surface of sun where temperature is 2 times 10⁻⁶ Kelvin? നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, RMS സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അറ്റ് റൂം ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സണ്ണിന്റെ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 2 × 10⁶ കെൽവിൻ ടെമ്പറേച്ചറുള്ള സണ്ണിൽ എന്തായിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പീഡ് എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെ കാണാം? നമുക്ക് അതിന് വേണ്ടിയിട്ട് മാസ്, ഒരു 1 mol ഓഫ് ഹൈഡ്രജൻ ഗ്യാസിന്റെ മാസ് വേണം. ഓക്കെ, അപ്പൊ എത്രയാണ്? അത് 2 gram ആണ്.
2 gram എന്ന് പറയുമ്പോൾ 2 times 10⁻³ കിലോഗ്രാം. അതിനെ നമ്മൾ കെ ജിയിലേക്ക് മാറ്റി SI യൂണിറ്റിക്ക്. അത് നോൺ വാല്യൂ ആണത്. അപ്പൊ എങ്ങനെയാണ് VRMSന്റെ ഫോർമുല നമുക്കറിയാം √3RT/m ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 2 times 10⁻⁶ ആണ്. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ M നമുക്ക് ഓൾറെഡി M അറിയാം 2 times 10⁻³ ആണ്. അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എന്ത് 16, അതായത് 1,64,000 meter per second. ഓക്കെ, സോ 1,64,000 meter per second ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഈ ഒരു ഫോർമുല നോക്കി വെച്ചാൽ മതി, VRMS = √3RT/m. ഓക്കെ, പിന്നെ what will be the spring constant of a spring when it is stretched 10 centimeter and it has potential energy of 5,600 joules? നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സ്ട്രെച്ച് ചെയ്ത് 10 centimeter ആണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എന്താണ് സ്പ്രിംഗ് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി യൂഷ്വലി നമ്മൾ എങ്ങനെ കാണാം, 12kx² ആണ് അതിന്റെ വാല്യൂ അല്ലെ. അപ്പൊ ഈ എക്സ് നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്, സ്ട്രെച്ച് ചെയ്തു എന്നുള്ളത്. 10 centimeter നമുക്ക് SI വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 meter ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ട് 56,000 joules ആണ്. അപ്പൊ അതിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/2 k times 0.1 the whole square. അപ്പൊ നമുക്ക് എങ്ങനെ എന്തൊക്കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെന്റെ വാല്യൂ കിട്ടും. K = 1.12 times 10⁻⁶ Newton per meter. ഇതാണ് നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. 1.12 times 10⁻⁶ Newton per meter ഇവിടെ തേർഡ് ഓപ്ഷൻ ആണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ, തേർഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഏതാ കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈസ് ഇൻവേരിയന്റ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒന്ന്, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ഇൻവേരിയന്റ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടും ട്രൂ ആണ്. കാരണം എങ്ങനെയാ നമുക്ക് പറയാം, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബ്വിയസ്ലി ഇൻവേരിയന്റ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ. അതേപോലെ തന്നെ എനർജിയും ഇൻവേരിയന്റ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ. ബിക്കോസ് ബോത്ത് മൊമെന്റം ആൻഡ് എനർജി കൺസർവേഷൻ ലോസ് സ്റ്റേ ട്രൂ നോ മാറ്റർ ഹൗ ഫാസ്റ്റ് ഒബ്സർവേഴ്സ് മൂവ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അതായത് എന്താണ് ലൈക്ക് സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും മൊമെന്റവും എനർജിയും എന്താണ് കൺസർവേഷൻ ലോസും ട്രൂ ആയിരിക്കും. നമ്മളിപ്പോ ഒരു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ എത്രമാത്രം അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് ചേഞ്ച് ആയാലും ടോട്ടൽ എമൗണ്ട്, അതായത് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം അത് കൺസേർവ്ഡ് ആയിരിക്കും ഗലീലിയന്റെ കേസിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, രണ്ടും ട്രൂ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The relative magnitude h in a plane wave is 1 ampere per meter. What will be the magnitude of E for a plane wave in a free space? നമുക്ക് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് h എന്താ നമുക്ക് തന്നിട്ടുണ്ട് 1 ampere per meter. നമുക്ക് E ആണ് കാണേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം n0 is equal to E/h ആണ്. സോ E is equal to n0 times 1. നമുക്ക് h ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ E is equal to 120 പൈ കിട്ടും. 120 പൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 376.8 വോൾട്ട് പെർ മീറ്റർ. 376.8 ആണ് അല്ലെ. ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓൾമോസ്റ്റ് ഇതിന്റെ സിമിലർ ആയിട്ടാണ് വരുന്നത് നമുക്ക്. 376 വോൾട്ട് പെർ മീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് n0 എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രിൻസിക് ഇംപിഡൻസ് ആണ്. ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് E/h ആയിരിക്കും. ഓക്കെ, സോ ഇൻട്രിൻസിക് ഇംപിഡൻസ് ഇവിടെ റിയൽ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ വാല്യൂ 120 പൈ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ n0 120 പൈ കൊടുത്തിരിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Two bodies of different masses are moving with the same kinetic energy. Which one has greater momentum? ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട്, ഡിഫറെന്റ് മാസ് ആണ്, സെയിം കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. ഏതിലാണ് കൂടുതൽ മൊമെന്റം ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ നോക്കുക? കൈനറ്റിക് എനർജി K1 is equal to K2 ആണ് രണ്ടിന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല നമുക്കറിയാം P²/2m ആണ്. അപ്പൊ അത് നമ്മൾ ഇട്ട് കൊടുത്തു. P²/2m1 is equal to P²/2m2 ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? P1²/P2² is equal to m1/m2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും P² proportional to m ആണ് അല്ലെ. സോ P is proportional to √m.
സോ എന്താണ്, കൂടുതൽ മാസ് പ്രൊപ്പോർഷണൽ ആണ്, പിനോട് പ്രൊപ്പോർഷണൽ ആണ് മാസ്. അപ്പൊ മാസ് കൂടുന്നതോടെ എന്താ ഉണ്ടാവുക, മൊമെന്റവും കൂടും. സോ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. സോറി, ഇവിടെ ഓപ്ഷൻ 3 അല്ല, 3 both bodies will have same moment ആണ്. ബോത്ത് ബോഡി ഓഫ് ഗ്രേറ്റ് മാസ് വിൽ ഹാവ് ഗ്രേറ്റ് മൊമെന്റം. അത് മാസ് കൂടുന്നതോറും മൊമെന്റവും കൂടും, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ 3 അല്ല, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് M1 ആൻഡ് M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ഈസ്, നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെൻട്രൽ ഫോഴ്സ്, നോൺ സെൻട്രൽ ഫോഴ്സ്, അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ M1 ആൻഡ് M2. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ സെൻട്രൽ ഫോഴ്സ്. ഒബ്വിയസ്ലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് മാസ് M1 ഉം M2 ഉം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ M2ന് ഒരു അട്രാക്ഷൻ M1ന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ M1 നമ്മൾ ആക്ച്വലി ഒരു സെൻട്രൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സെൻട്രലിലേക്കാണ് അട്രാക്ഷൻ വരിക അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പൊ എ കറക്റ്റ് ആണ് ഒബ്വിയസ്ലി. അപ്പൊ ബി നമുക്ക് തെറ്റാവും, അതിന്റെ രണ്ടും കോൺട്രാഡിക്ടറി വരാൻ പറ്റില്ല. സി എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ് നമുക്കറിയാം, റിപ്പൾസീവ് അല്ല. സോ എയും സിയും കറക്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്, തേർഡ്. സോ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അസേർഷനും റീസണും. അപ്പൊ ഇതിന്റെ കറക്റ്റ് റീസൺ ആണോ താഴത്തുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So all points inside a charged hollow spherical conducting sphere are equal potential, at equal potential. And the reason എന്താ കൊടുത്തിരിക്കുന്നത്, the electric field inside a charged hollow spherical conducting sphere is non-zero. എന്താണ്, എല്ലാ പോയിന്റ്സ് ഒരു ഹോളോ സ്ഫെറിക്കൽ കണ്ടക്ടിങ് സ്ഫിയറിന്റെ എല്ലാ പോയിന്റ്സിലും ഈക്വൽ പൊട്ടൻഷ്യൽ ആണെന്നാണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ ഈസ് നോൺ സീറോ. സോ അത് തെറ്റല്ലേ, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിയറിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് സീറോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും ഹോളോസ്ഫിയറിന്റെ, ചാർജ്ഡ് ഹോളോസ്ഫിയറിന്റെ ഉള്ളിൽ. അപ്പൊ റീസൺ സെക്കൻഡ് വൺ എന്തായാലും തെറ്റാണ്. ഫസ്റ്റ് വൺ എന്താ, ഒരു ഹോളോസ്ഫിയറിന്റെ കേസിൽ ഈക്വൽ പൊട്ടൻഷ്യൽ ആണ്. ഈക്വൽ പൊട്ടൻഷ്യൽ ആവാൻ കാരണം എന്താണ്, ഒബിയസ്ലി ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്, അവിടെ ഈക്വൽ പൊട്ടൻഷ്യൽ ആണ്, വേറെ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്, ബട്ട് റീസൺ അതിന്റെ ആക്ച്വൽ റീസൺ അല്ല, റീസൺ തെറ്റുമാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ, നമ്മുടെ ഓപ്ഷൻ നമ്പർ 3, അതായത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതുകൊണ്ട് ആർ ഫാൾസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഫോർ എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഈസ്, 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എന്താണ്, നമുക്കറിയാം ഒരു റിവേഴ്സ് അഡിയാബാറ്റിക് പ്രോസസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത സമയത്ത് എന്താ ഉണ്ടാവുക, എൻട്രോപ്പി ചേഞ്ച് വരില്ല. സോ എൻട്രോപ്പി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ എസ് 0 ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഇത് ആലോചിച്ചാൽ മതി, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കില്ല. ഹീറ്റ് ട്രാൻസ്ഫർ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് 0. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ലോവസ്റ്റ് എനർജി ലെവൽ ഓഫ് എ ഹൈഡ്രജൻ ആറ്റം? ഒബ്വിയസ്ലി നമുക്കറിയാം 13.6 eV ആണ്. ഓക്കെ, അതിൽ കൂടുതൽ നമ്മൾ നോക്കാനില്ല, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മീൻ ലൈഫ് ടൈം ടി ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഓഫ് വിച്ച് ദ ഡികെ കോൺസ്റ്റന്റ് ഈസ് 4.28 × 10⁻⁴ per year? നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, മീൻ ലൈഫ് ടൈം ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഡികെ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ്, സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടി ഹാഫ് നമുക്കറിയാം 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. നമുക്ക് ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ ഫോർമുല ചോദിച്ചിട്ട്, നമുക്ക് അത് തന്നെയാണ് ഇവിടെ. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ. ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. നമുക്ക് ലാംഡ വന്നിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കുക, നമുക്ക് 1620 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ 1620 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 1619 എന്നാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What is the change in entropy when 10 gram of ice at 0 degree Celsius is converted into water at the same temperature? The latent heat of ice is 80 calories per gram. Change in entropy ആണ് ഇവിടെ കാണേണ്ടത്. 10 gram of ice ന്റെ 0 degree Celsius
എന്താണ് വാട്ടറിൽ നിന്ന് ലൈക്ക് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഐസ്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നാണ് നമുക്ക് കാണുന്നത്. ഫോർമുല എന്താണ്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി, ടെമ്പറേച്ചർ, ഡെൽറ്റ എച്ച് എൻതാൽപി. എൻതാൽപി എങ്ങനെയാണ് കാണാം? ഇവിടെ എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത്? 10 ഗ്രാം അല്ലെ. സോ 10 ഗ്രാമിന് വേണ്ട എൻതാൽപി എന്ന് പറയുന്നത് എത്രയാണ്? 800 കാലറീസ്. 800 കാലറീസ് പെർ ഗ്രാം. ഇവിടെ എന്താണ് ലാറ്റന്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 80. അപ്പോൾ 10 ഗ്രാമിന്റെ കേസിലാണെങ്കിൽ 800 കാലറീസ് പെർ ഗ്രാം. അപ്പോൾ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി വിച്ച് ഇസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 273. അപ്പൊ എന്താണത്? 2.93 കാലറി പെർ കെൽവിൻ നമുക്ക് കിട്ടും. 2.93 എവിടെ? സെക്കൻഡ് ഓപ്ഷൻ. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് 81. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ? ഫോർ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 81 ആണ്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെയാണ്? V is equal to നമുക്കറിയാം C divided by root of mu r epsilon naught r. mu r എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി, എപ്സിലോൺ r എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ V is equal to നമുക്ക് C അറിയാം 3 into 10⁸ ആണ്. പെർമിയബിലിറ്റി 1 ആയിരിക്കും. പിന്നെ പെർമിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 81 ആണ്. സോ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. V is equal to 3.33 times 10⁷ meter per second. So ഇതേതാ? ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോംപ്റ്റൺ എഫക്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് ലൈറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. സോ എന്താണ്? രണ്ട് ഓപ്ഷനും ഇവിടെ ഫോൾസ് ആണ്. ആക്ച്വലി നേരെ തിരിച്ചാടേണ്ടത്. കോംപ്റ്റൺ എഫക്ട് എന്താണ്? പാർട്ടിക്കിൾ നേച്ചർ. ഡിഫ്രാക്ഷൻ വേവ് നേച്ചർ. വേവ് നേച്ചർ കാരണം കൊണ്ടല്ലേ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് വരിക, പാർട്ടിക്കിൾ നേച്ചർ അല്ലല്ലോ. പിന്നെ കോംപ്റ്റൺ എഫക്ട് എങ്ങനെയാണ്? സ്കാറ്ററിംഗ് ആണ് ഓഫ് ഇലക്ട്രോൺ, അത് പാർട്ടിക്കിൾ നേച്ചർ കാരണമാണ്. ഓക്കെ, സോ രണ്ടും ഫോൾസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ റിഡ്ബർഗ് ആറ്റംസ് ഇൻ ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റ് വിത്ത് n around 400. The wavelength of radiation coming out of these atoms for transition to adjacent level in the range. അതായത് എന്താണ്? നമ്മൾ ഒരു റെഡ്ബർഗ് ആറ്റം, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതെന്താണ്? അതിന്റെ n എന്ന് പറയുന്നത് 400 ആണ്, അറൌണ്ട് 400 ആണ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് ഏത് റേഞ്ചിലായിരിക്കും? ഗാമയാണോ, യു വി ആണോ, IR ആണോ, റേഡിയോ ഫ്രീക്വൻസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ? യു വി. നമ്മൾ 100 to 400 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് ഏകദേശം നമുക്ക് അറിയാം 100 to 400 എന്ന് പറയുമ്പോൾ യു വി റേഞ്ച് ആണ്, നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ നമ്പർ 2 യു വി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് വിൽ ബി ദി എക്സ്പ്രഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റെക്ടാങ്കുലർ ലാമിന ABCDE ഹാവിംഗ് ലെങ്ത് L and breadth B about an axis passing through one of its corners and perpendicular to its plane. ഇവിടെ റെക്ടാങ്കുലർ ലാമിന വന്നിട്ടുണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കാണേണ്ടത്. ഇപ്പോൾ എങ്ങനെ നമ്മൾ നോക്കാം. അപ്പൊ നമുക്കിവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ I അബൌട്ട് COM, അതായത് സെന്റർ ഓഫ് മാസ് എത്രയാണ്? M ഡിവൈഡഡ് ബൈ 12 ടൈംസ് L² പ്ലസ് B². ഇനി നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. എന്നിട്ട് എന്താണ്? അപ്പൊ നമുക്ക് കാരണം നമ്മളിവിടെ എന്താണ്, നമുക്ക് ഇവിടെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് കോർണേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഈ റൊട്ടേഷൻ, അതായത് നമ്മൾ ഇതിനെ നമ്മൾ കോർണർക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുക? M ഡിവൈഡഡ് ബൈ 3 ടൈംസ് L² പ്ലസ് B² എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രാമത്തെയാണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് സെന്റർ ഓഫ് മാസിലാണ്. അബൌട്ട് സെന്റർ ഓഫ് മാസ് ആണ് M/12. ഒരു പർട്ടിക്കുലർ കോർണർ ആണെന്നുണ്ടെങ്കിൽ M/3 ആണ് വരിക. അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത് എന്താണ്? ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് റെപ്രസെന്റ്സ് എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് നോക്കാം വെറുതെ. ഇപ്പൊ XY ആണല്ലോ, X ടൈംസ് Y, ആൻഡ് ഗേറ്റ് കൂടെ കടന്നു കഴിഞ്ഞാൽ എന്താണ്? XY എന്താ ഉണ്ടാവുക? X into Y, X.Y എന്ന് കൺസിഡർ ചെയ്യാം. ഇനി അവിടെ കോംപ്ലിമെന്റ് ചെയ്തു, നാൻഡ് ഗേറ്റ് ആണ്. അപ്പൊ XY ദ ഹോൾ കോംപ്ലിമെന്റ് എത്രയാ? ഡിമോർഗൻസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും XY ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു X കോംപ്ലിമെന്റ് പ്ലസ് Y കോംപ്ലിമെന്റ്. അപ്പം ഈ നാൻഡ് ഗേറ്റിലൂടെ പുറത്ത് വരുമ്പോൾ ഔട്ട്പുട്ട് എന്താ വരിക? X കോംപ്ലിമെന്റ് പ്ലസ് Y കോംപ്ലിമെന്റ് ആണ് വരിക. ഇനി അതിന്റെ നോട്ട് ഗേറ്റിക്ക് അഗെയിൻ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ X കോംപ്ലിമെന്റ് പ്ലസ് Y കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇത് വരും. അപ്പൊ പിന്നെയും ഡിമോർഗൻ തിയറം വെച്ചിട്ട് എന്താ വരിക?
എക്സ് കോംപ്ലിമെന്റ്, വൈ കോംപ്ലിമെന്റ്, ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ആ കോംപ്ലിമെന്റ്സ് ക്യാൻസൽ ആയിട്ട് എക്സ് വൈ എന്ന് ആൻസർ കിട്ടും. അതിൽ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ് ഫൈനലി വരിക? എക്സ് വൈ എന്നാ വരിക. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി എന്തായിട്ട് ആക്ട് ചെയ്യണം? ഒരു ആൻഡ് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എക്സ് വൈ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ആൻസർ എന്താ കിട്ടിയ? എക്സ് ഡോട്ട് വൈ. സോ ആൻഡ് ഗേറ്റ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ആൻഡ് ഗേറ്റ് ആണ് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are three planets in circular orbits around a star at a distance a, 9a and 16a respectively. At time t is equal to t0, the star and planets are in the straight line. The period of revolution of the closest planet is t. How long after t0 will they again be on the same line? എന്താണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 3 പ്ലാനറ്റ്സ് സർക്കുലർ ഓർബിറ്റ് അറൌണ്ട് ദ സ്റ്റാർ ആണ്. അപ്പൊ ഈ 3 എണ്ണം എപ്പോഴാണ് സെയിം ലൈനിൽ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടി നോട്ടിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ t1 ടൈം പീരീഡ് ഓഫ് എന്താണ്, ഫസ്റ്റ് വൺ എന്താണ് നമുക്ക് അറിയാം. എങ്ങനെ കാണാം? a raised to 3/2 ആണ്. ഈ a എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ലൈക്ക് ഈ സ്റ്റാറിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് a, 9, 16. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പൊ നമുക്ക് t1, t2, t3 കിട്ടും. മൂന്നിന്റെയും ടി കിട്ടും, ടി വാല്യൂ കിട്ടും. അപ്പൊ ഈ നമ്മൾ എപ്പോഴാണിത് കോമൺ ടൈം, അതായത് ഇത് എപ്പോഴും 3 സ്റ്റാർ ഇതും മീറ്റ് ചെയ്യാം. 3 സ്റ്റാർ അല്ല, സോറി, 3 പ്ലാനറ്റ്സ് ആണ് കേട്ടോ ഇവിടെ. അതൊന്ന് നോട്ട് ചെയ്യാം. 3 പ്ലാനറ്റ്സ് എപ്പോഴാണ് മീറ്റ് ചെയ്യുക? t0 ഈസ് ഈക്വൽ ടു ഈ 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ t1 ഇൻറ്റു t2 ഇൻറ്റു t3. അപ്പൊ നമുക്ക് 1728 t എന്ന് കിട്ടും. ആൻസർ 1728 t ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇവിടെ പീരീഡ് ഓഫ് റെവല്യൂഷൻസ് നമ്മൾ ഓരോന്നിന്റെയും കണ്ടു. അതിനുശേഷം പീരീഡ് ഓഫ് റെവല്യൂഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്തു. ആ അപ്പം കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഈ 3 പ്ലാനറ്റ്സും പിന്നെയും മീറ്റ് ചെയ്യുന്ന ടൈം. ഓക്കെ, ഇനി അടുത്തത് C1 and C2 represent the specific heat of a liquid and its saturated vapor when L is latent heat of vaporization. The correct option is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ L എന്ന് പറയുന്നത് latent heat of vaporization ആണ്, T ടെമ്പറേച്ചർ ആണ്. C1, C2 എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഇതൊരു ഡെറിവേഷൻ ആണ് ബേസിക്കലി. നിങ്ങൾ ഡെറിവേഷൻ നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആൻസർ നോക്കി വെച്ചാൽ മതി. C2 മൈനസ് C1 ഈസ് ഈക്വൽ ടു dL/dt മൈനസ് L/T. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. C2 മൈനസ് C1 ഈസ് ഈക്വൽ ടു dL/dt മൈനസ് L/T. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The line integral per unit area along a boundary of small area around a point in vector field A is എന്താണ് ഇവിടെ ലൈൻ ഇന്റഗ്രൽ പെർ യൂണിറ്റ് ഏരിയ അറൌണ്ട് എ ബൗണ്ടറി ഓഫ് എ സ്മോൾ ഏരിയ. ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ചുറ്റുമുള്ള എന്താണ് നമ്മൾ ലൈക് ക്ലോസ്ഡ് ലൂപ്പ് എടുത്തിട്ട് അതിന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? കേൾ ഓഫ് എ. ഓക്കെ, കേൾ ഓഫ് എ ആണ് ബേസിക്കലി ഒരു സ്മോൾ ഏരിയയുടെ ലൈക് ലൈൻ ഇന്റഗ്രൽ അറൌണ്ട് ദ ബൗണ്ടറി. ഓക്കെ, അറൌണ്ട് എ പോയിന്റ് കേൾ ഓഫ് എ ആണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 3 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ദ ആംഗുലർ സ്പീഡ് ഓഫ് മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1200 that is 1200 rpm to 3120 rpm in 16 seconds. What is the angular acceleration? എന്താണ്, ഒരു മോട്ടോർ വീൽ ഉണ്ട്, അതിന്റെ സ്പീഡ്, റൊട്ടേഷൻ സ്പീഡ്, ആംഗുലർ സ്പീഡ് 1200 നിന്ന് 3120 rpmത്തിലേക്ക് 16 സെക്കൻഡിൽ കൂട്ടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താണ് ആംഗുലർ ആക്സലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കാണാം? ω1 നമുക്ക് തന്നിട്ടുണ്ട് 1200 rpm. അപ്പോൾ നമുക്ക് അതിനെ എന്താണ് 2π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40 π റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ എത്രയാണ്? 40 π കിട്ടും. അതേപോലെ ω2 റേഡിയൻ പെർ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 10 π കിട്ടും. നമുക്ക് റേഡിയൻ പെർ സെക്കൻഡ്സ് ആണ് വേണ്ടത്. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 16. ആക്സിലറേഷൻ എത്രയാണ്? ഇത് രണ്ടിന്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ω2 മൈനസ് ω1 ഡിവൈഡഡ് ബൈ ടൈം. ω/t ആണ് a. ഓക്കെ, സോ ω2 മൈനസ് ω1 ഡിവൈഡഡ് ബൈ 16, ദാറ്റ് ഈസ് 4 π റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ആൻസർ. സോ 4th റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ ആക്സിലറേഷൻ. 4 π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ 4th ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ FD സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ദ പാർട്ടിക്കിൾസ് ആർ. നമുക്ക് ഇതേപോലെ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ BE സ്റ്റാറ്റിസ്റ്റിക്സിന്റെ? സോ അതെന്തായിരുന്നു? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരുന്നു.
പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യില്ലായിരുന്നു, ഐഡന്റിക്കൽ ആയിരുന്നു അല്ലെ. അപ്പൊ എഫ് ഡിയുടെ കേസിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഫ് ഡിയുടെ കേസിൽ എങ്ങനെയാണ്, ബേസിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ, ലൈക്ക് ഓബ്വിയസ്ലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. പിന്നെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ഒബേ ചെയ്യും. ബിയുടെ കേസിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യില്ല. എഫ് ഡിയുടെ കേസിൽ, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. പിന്നെ അതിന്റെ ഹാഫ് ഇന്റിജർ സ്പിൻ ആയിരിക്കും, ഹാഫ് ഇന്റഗ്രൽ സ്പിൻ എന്ന് നമ്മൾ പറയാം. ദാറ്റ് ഈസ് ഹാഫ് എച്ച് കട്ട് ആണ്. ഹാഫ് എച്ച് കട്ട് എന്ന് പറയുമ്പോൾ ഫെർമിയോൺസ് ആണ്. ബേസിക്കലി ഫെർമി ഡിറാക്കിന്റെ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഫെർമിയോൺസ്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാവുന്ന ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ഫെർമിയോൺസ് ആണ്, ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ഉള്ള സാധനങ്ങളാണ് ഈ ഇലക്ട്രോൺ. ബിയുടെ കേസിൽ നമ്മൾ ഫോട്ടോൺസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, a bullet of mass 10 gram moving horizontally with a speed of 500 meter per second passes through a block of wood of mass 1 kg, initially at rest on a frictionless surface. The bullet comes out of the block with a speed of 200 meter per second. What is the final speed of a block? ഇവിടെ ബ്ലോക്കിലേക്ക് നമ്മൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പൊ ബ്ലോക്കിന്റെ ഫൈനൽ സ്പീഡ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ കാണാം, മാസ് ഓഫ് ബുള്ളറ്റ് നമുക്കറിയാം M1, നമുക്ക് M1 ആയിട്ട് കൺസിഡർ ചെയ്യാം 0.01 kg. പിന്നെ അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 500 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി ബുള്ളറ്റിന്റെ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെ മാസ് ഓഫ് ബ്ലോക്ക് M2 നമുക്ക് കൺസിഡർ ചെയ്യാം 1 kg ആണ്. പിന്നെ U2 അതായത് ബ്ലോക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആണ്, അത് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ബ്ലോക്കിന്റെ 0 ആണ്, U2 ഈക്വൽ ടു 0. അതേപോലെ ഫൈനൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എത്രയാണ്, V ആണ്, ദാറ്റ് ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ U2 ഈക്വൽ ടു 0 തെറ്റാട്ടോ, അത് ഞാൻ ലൈക്ക് അത് U2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആണ്. ഇത് നിങ്ങൾ ഇത് ലൈക്ക് മൈൻഡ് ചെയ്യണ്ട. സോ ഇവിടെ ആക്ച്വലി V ഈസ് ഈക്വൽ ടു 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരിക. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. സോ ഇതാണ് നമുക്ക് ഉള്ള വാല്യൂസ്. ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ M1 U1 പ്ലസ് M2 U2 ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ V1ന്റെ വാല്യൂ നമുക്ക് കിട്ടും. V1 എന്താണ്, ഫൈനൽ വെലോസിറ്റി ഓഫ് നമ്മുടെ ബ്ലോക്ക്, ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. സോ 3 മീറ്റർ പെർ സെക്കൻഡ് എത്രാമത്തെ ഓപ്ഷനോ, 4th ഓപ്ഷൻ. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, a metal has a work function W0 is equal to 3.3 times 10 raised to minus 19 joules. വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. മെറ്റലിന്റെ മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അതായത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമ്പിൾ ആണ്, നമുക്കറിയാലോ. W0 is equal to നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കറിയാം h/0 is equal to W0 ആയിരിക്കും, where µ0 is equal to threshold frequency. Threshold frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോ µ0 നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3.3 times 10 raised to minus 19 divided by 6.6 times 10 raised to minus 34. That is 5 into 10 raised to 11 hertz. ഇതാണ് 5 into 10 raised to 14 hertz. 11 അല്ല 14 hertz. That is option number 3 ആണ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ബൈപ്രിസം ദ കൊഹറന്റ് സോഴ്സസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ phenomenon of refraction. In a case of Lloyd mirror, coherent sources are produced by the phenomenon of refraction. നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് present in the radiation from an X-ray machine whose accelerating potential is 50,000 volt. അപ്പൊ എന്താണ്, ഒരു എക്സ്റേ മെഷീനിന് അതിന്റെ ആക്സലറേഷൻ പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട് 50,000 വോൾട്ട് ആണ്. അതിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, ഓക്കെ, ഒരു എക്സ്റേ മെഷീനിൽ വരുന്ന റേഡിയേഷന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ കാണാം, hc/λ0 is equal to EV naught. ഈ V0 എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ദാറ്റ് ഈസ് നമ്മുടെ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒബിയസ്ലി ഇലക്ട്രോണിന്റെ ഇതിന്റെ എനർജി, അതായത് ടോട്ടൽ എനർജിയാണ്, എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ ആണ്. അത് H നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, C നമുക്കറിയാം λ0 ആണ് നമുക്ക് കാണേണ്ടത്, മിനിമം വേവ് ലെങ്ത്. അപ്പോൾ
എച്ച് സി ബൈ ലാംഡ 0 ഇസ് ഈക്വൽ ടു 50,000 ഇലക്ട്രോൺ വോൾട്ട്. എച്ച് സിയുടെ വാല്യൂ നമുക്കറിയാം 12,431 ആണ്, അതായത് 12,431 ആണ് എച്ച് സിയുടെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ 0 ഇസ് ഈക്വൽ ടു 0.248 ആംസ്ട്രോങ് എന്ന് കിട്ടും. ഇറ്റ്സ് പ്രെറ്റി സിമ്പിൾ. അപ്പോ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ലാംഡ 0 നമുക്ക് കിട്ടും 0.248, ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കമ്മിങ് ഫ്രം എൻ എക്സ്റേ മെഷീൻ. ഓക്കെ, സോ ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് അഗൈൻ.